പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയ 2 ജമ്മു കാശ്മീരി യുവാക്കൾ പിടിയിലായിട്ടുണ്ട്. രസകരമായ കാര്യം, ഇവർ പിടിയിലായത് കാശ്മീരിൽ നിന്നല്ല. ഒരാൾ കാശ്മീരിൽ നിന്നും മറ്റൊരാൾ പിടിയിലായത് അരുണാചൽ പ്രദേശിൽ നിന്നുമാണ്. അരുണാചൽ പ്രദേശിൽ വസ്ത്രവ്യാപാരി എന്ന വ്യാജേന അവിടെ തങ്ങി അവിടുത്തെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കുകയും അത് പാകിസ്ഥാന് ടെലഗ്രാം വഴി കൈമാറുകയും ചെയ്തത് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തി. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അറിയിക്കാം. അതായത് കാശ്മീരിലെ കുപ്വാര സ്വദേശികളായ നാസിർ അഹമ്മദ് മാലിക്, അതുപോലെ സാബിർ അഹമ്മദ് മിർ എന്നിവരാണ് പിടിയിലായത്. സംശയാസ്പദമായ സാഹചര്യത്തിൽ അരുണാചലിലെ ഗംഗാ ഗ്രാമത്തിൽ നിന്നുമാണ് നാസിറിനെ ആദ്യം പിടികൂടുന്നത്. ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രണ്ടാമനായ ആളെ, അതായത് സാബിർ അഹമ്മദ് മിറിനെ അബോഡനി കോളനിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ ചുരുളഴിഞ്ഞത് വൻ രഹസ്യങ്ങളാണ്. ഇരുവരും വസ്ത്രവ്യാപാരികളാണ്. ജോലി വസ്ത്രം വിൽക്കലല്ല, ഇന്ത്യയുടെ സൈനിക രഹസ്യങ്ങളെ ചോർത്തി പാകിസ്ഥാന് കൈമാറുക. പാകിസ്ഥാൻ ചാരസംഘടനയായ ISI കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇരുവരും പ്രവർത്തിക്കുന്നു. ഇക്കഴിഞ്ഞ ഏപ്രിൽ മുതലാണ് ഇവർ പാക് ചാരസംഘടനയായ ISIയുടെ അക്കൗണ്ടിൽ പെടുന്നത്. ഇവർ നിരന്തരമായിട്ട് ISIയുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. അരുണാചൽ പ്രദേശിലെ ഭാരതത്തിൻ്റെ സൈനിക വിന്യാസം, അതുപോലെ അവിടുത്തെ സൈനിക ഔട്ട്പോസ്റ്റുകൾ, ആയുധ വിന്യാസം, ഇതൊക്കെ നിരീക്ഷിച്ച് ചിത്രങ്ങളെടുത്ത് കൃത്യമായിട്ട് ടെലഗ്രാം വഴി പാക് ചാരസംഘടനയായ ISIക്ക് കൈമാറിക്കൊണ്ടിരുന്നു ഇവർ. അരുണാചലിലെ കിബിത്തോ, അനിനി, തേസു എന്നിവിടങ്ങളിൽ ഇവർ സന്ദർശിക്കുകയും വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് ഇവർ ഏപ്രിൽ മുതലാണ് പ്രവർത്തിക്കാൻ തുടങ്ങിയത് എന്ന് മനസ്സിലായിട്ടുണ്ട്. ഇവർ എന്തൊക്കെ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്നത് സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുകയാണ്. ധാരാളം വിവരങ്ങൾ ഇവരുടെ ഫോണിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. സൈന്യം കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് ഇവർ ചാരസംഘടനയായ ISI കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത്. മാത്രമല്ല, ഇവരുടെ കൈവശം ഒരു ചാനലുണ്ടായിരുന്നു, ഒരു കേബിൾ ചാനലുണ്ട്. അൽ അക്സ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ഉപകരണങ്ങളും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. അതുപയോഗിച്ചും ഇവർ ഈ പറഞ്ഞതുപോലെ വിവരങ്ങൾ കൈമാറി വന്നിരുന്നു. എന്തായാലും ഇരുവർക്കുമെതിരെ UAPA ചുമത്തി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അന്വേഷണം പുരോഗമിക്കുന്നു. പാക് ചാരസംഘടന ഇത്തരത്തിൽ ഇന്ത്യയിൽ നിന്ന് നിരവധി ആൾക്കാരെ ട്രാപ്പിലാക്കി അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത നമുക്ക് കൃത്യമായിട്ട് എല്ലാ മാസവും വരുന്നുണ്ട്. ഇവർ പിടിയിലാകുന്നുണ്ട്, വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇതിനെതിരെ ശക്തമായ നടപടിയെടുക്കും എന്നാണ് ജമ്മു കാശ്മീരിലെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം അവിടെ ഒരു ചടങ്ങിൽ പങ്കെടുക്കവേ, അതായത് 2005 ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആൾക്കാരുടെ കുടുംബാംഗങ്ങൾക്ക് അവിടെ സർക്കാരിൽ ജോലി നൽകുന്നതിനുള്ള നിയമന ഉത്തരവുകൾ അവർക്ക് നൽകുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കാരണവശാലും ഇത്തരം ആൾക്കാരെ വച്ചു പൊറുപ്പിക്കില്ല, അവരെ നിയമത്തിൻ്റെ മുന്നിലെത്തിക്കും, അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കും. ഏതാണ്ട് 44 കുടുംബങ്ങൾക്കുള്ള ഒരു നിയമന ഉത്തരവുകളാണ് അദ്ദേഹം കൈമാറിയത്. ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആൾക്കാരുടെ അങ്ങനെയുള്ള 44 പേരുടെ കുടുംബങ്ങൾ, ആ കുടുംബങ്ങളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന അർഹരായ ആൾക്കാർക്ക് ഈ നിയമന ഉത്തരവുകൾ കൈമാറി. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, പാകിസ്ഥാൻ നിരന്തരം ഇന്ത്യയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ചാരസംഘടന വെറുതെ ഇരിക്കുന്നില്ല. എത്ര കണ്ടാലും കൊണ്ടാലും കിട്ടിയാലും പഠിക്കാത്തൊരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ.
ഒരു പട്ടാള ഭരണമാണ് അവിടെ നടക്കുന്നത്. അവരുടെ അന്ധമായ ഇന്ത്യ വിരോധവും വെറുപ്പും അവരെ കൊണ്ട് ചെന്ന് എത്തിച്ചിരിക്കുന്നത് വലിയ ദുരന്തങ്ങളിലാണ്. എന്നാലും ഇതൊന്നും മതിവരാതെ ഇപ്പോഴും ഇന്ത്യക്കെതിരെ ഇങ്ങനെ നിരന്തരം കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരപരാധികളായ കാശ്മീരി യുവാക്കളെ മതത്തിൻ്റെ പേര് പറഞ്ഞ് മതമൗലികവാദം എന്ന വിഷം കുത്തിവെച്ച് അവരെ സ്വർഗം കിട്ടും എന്ന് പ്രലോഭിപ്പിച്ച് അവരെ ഈ പറഞ്ഞതുപോലെ സ്വന്തം രാജ്യത്തിനെതിരെ, മാതൃ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ സന്നദ്ധരാക്കുന്ന നീച പ്രവൃത്തി തുടരുകയാണ് പാകിസ്ഥാൻ. പാക് ഓക്കുപ്പൈഡ് കാശ്മീരിൽ ഇന്ന് ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, ഏതാണ്ട് 90 ലക്ഷത്തിലധികം വരുന്ന മനുഷ്യർ അവിടെ മൃഗസമാനമായ രീതിയിൽ കഴിയുകയാണ്. ആശുപത്രിയില്ല, കുട്ടികൾക്ക് പഠിക്കാൻ സ്കൂളില്ല, വ്യാപാരം ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ എല്ലാ നേട്ടങ്ങളും പാകിസ്ഥാൻ കൈയടക്കി വച്ചിരിക്കുകയാണ്, അവിടുന്ന് കവർന്നെടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും അത് ആസാദ് കാശ്മീർ എന്നാണ് അതിനെ അവർ വിളിക്കുന്നത്. നോക്കൂ, ഇപ്പുറത്ത് ഇന്ത്യയുടെ കൈവശമിരിക്കുന്ന കാശ്മീരിൽ ഇന്ന് ടൂറിസം, വിനോദസഞ്ചാരം ഒരു വലിയ വ്യവസായമാണ്. ജനങ്ങൾക്ക് അതിലൂടെ വലിയ വരുമാനം കിട്ടുന്നു. വലിയ സ്കൂളുകളും കോളേജുകളുമുണ്ട്, കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നു. ഒരു കാലത്ത് സൈന്യത്തിനെതിരെ കല്ലെറിഞ്ഞിരുന്നവർ ഇന്ന് മര്യാദയ്ക്ക് സ്കൂളുകളിലും കോളേജുകളിലും പോയി പഠിക്കുന്നു, തൊഴിലെടുക്കുന്നു, വരുമാനമുണ്ട്, സ്വസ്ഥതയുണ്ട്, സമാധാനമുണ്ട്, നല്ല ആശുപത്രികളുണ്ട്, എല്ലാ സുഖസൗകര്യങ്ങളുമുണ്ട്. അവിടെ ട്രെയിൻ എത്തിയിരിക്കുന്നു. ഇനിയും കാശ്മീർ ഏറെ വികസിക്കാനുണ്ട്. ലോകത്തിൻ്റെ, ഇന്ന് ഇന്ത്യയുടെ ഉദ്യാനമാണ് കാശ്മീരെങ്കിൽ നാളെ അത് ലോകത്തിൻ്റെ ഉദ്യാനമായി മാറും. അതിലേക്കാണ് കാശ്മീർ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ കാശ്മീരിനെ നശിപ്പിക്കാൻ, അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട്, അവിടുത്തെ ജനങ്ങളെ നിത്യനരകത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ മതത്തിൻ്റെ പേരും പറഞ്ഞ് മതമൗലികവാദം കുത്തിവെച്ച് അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എന്തായാലും അതിന് വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന് ലഫ്റ്റനന്റ് ഗവർണർ വ്യക്തമാക്കിയിരിക്കുന്നു. ഈ പറഞ്ഞതുപോലെ നിരപരാധികളായ കാശ്മീരികളെ പറഞ്ഞു മയക്കി ഇങ്ങനെ സ്വന്തം രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇപ്പോൾ ഈ പിടിയിലായ 2 കാശ്മീരി യുവാക്കളും വളരെ ചെറുപ്പക്കാരാണ്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. അവർ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് അറിയേണ്ടതുണ്ട്. എന്തായാലും കർശന നടപടിയുമായിട്ട് ജമ്മു കാശ്മീർ പോലീസ് മുന്നോട്ട് പോവുകയാണ്. നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വിവരങ്ങൾക്കായി.